നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദശ മഹാവിദ്യകളിൽ ഒന്നാം സ്ഥാനമാണ് ശ്രീ മഹാഭദ്രകാളിക്ക്. സംഹാരശക്തിയുള്ള സ്ത്രീ ശക്തി ദേവതയായ ഭദ്രകാളി ദേവിക്ക് കാളിക എന്നും പേരുണ്ട്. ആദിപരാശക്തിയുടെ ഉഗ്രവും കാന്തിക ഭാവവുമാണ് കാളിദേവി. കാളിദേവി കാലത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ആത്യന്തിക ശക്തിയുടെയും പ്രതീകമാണ്. തിന്മയെ നശിപ്പിക്കാനും ഭക്തരെ സംരക്ഷിക്കാനും അവതരിച്ച ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായാണ് ശ്രീ ഭദ്രകാളി ദേവിയെ കണക്കാക്കുന്നത്. കാലൻ അഥവാ സമയത്തിൻ്റെ ഭാവമാണ് ഭദ്രകാളി. സർവ്വതും സൃഷ്ടിക്കുകയും ഒടുവിൽ തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്ന പ്രകൃതിയുടെ മാതൃഭാവമാണിത്. മനുഷ്യനിലെ അഹങ്കാരത്തെയും തിന്മയെയും കൊന്നൊടുക്കി ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണ് ഭദ്രകാളി ദേവി. പുറമേ ഉഗ്രരൂപിയാണെങ്കിലും ഭക്തരെ സംബന്ധിച്ച് ഭദ്രകാളി എല്ലാ ദോഷങ്ങളും അകറ്റുന്ന സ്നേഹനിധിയായ അമ്മയാണ്. ഭദ്രകാളി ദേവിയുടെ ആരാധനയും ശരണാഗതിയും ഭക്തർക്ക് ഭയമകറ്റി മോക്ഷം അഥവാ സാക്ഷാത്കാരം അവൾ നേടിത്തരുന്നു. എൻ്റെ ഈ ഭദ്രകാളി അമ്മയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ അവളുടെ യഥാർത്ഥ ശക്തിവിശേഷണം അറിയണം. അതിന് ദേവി നിഗ്രഹിച്ച നിശാചരന്മാരെയും അവരുടെ ശക്തിയെയും തിരിച്ചറിയണം. അതിലൊന്നാണ് രക്തബീജൻ. ഒരു അസുരൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അതിൽ നിന്ന് വീണ്ടും അതേ ശക്തിയുള്ള മറ്റൊരു അസുരൻ ജനിക്കും. ദേവി മഹാത്മ്യത്തിൽ പറയുന്ന ഏറ്റവും ശക്തരായ അസുരന്മാരിൽ ഒരാളാണ് രക്തബീജൻ. രക്ത എന്നാൽ രക്തം, ബീജം എന്നാൽ വിത്ത്. അവൻ്റെ രക്തം തന്നെയായിരുന്നു അവൻ്റെ പുനഃജീവന്റെ വിത്ത്. അനേകം വർഷങ്ങൾ നീണ്ടുനിന്ന ഘോരമായ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. അമരത്വം മരമായി വേണമെന്ന് പറഞ്ഞ അസുരനോട് അത് സാധ്യമല്ല, മറ്റെന്തെങ്കിലും വരമായി ചോദിക്കൂ എന്ന് ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടു. ആ അസുരൻ ഒരു വിചിത്രമായ വരം ചോദിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും എന്നെപ്പോലെ ഒരു യോദ്ധാവ് ജനിക്കണം എന്നായിരുന്നു ആ വിചിത്രമായ വരം. ഈ വരം ലഭിച്ചതിന് ശേഷം അവൻ അജയനായി മാറി. ദേവന്മാരും മനുഷ്യരും എല്ലാവരും അവനെ ഭയക്കാൻ തുടങ്ങി. മഹാദേവിയായ ദുർഗാദേവി അസുരന്മാരെ സംഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തബീജൻ ആ ഭൂമിയിലേക്ക് എത്തി. ദേവി അവനെയും ആക്രമിച്ചു. ഓരോ പ്രകരത്തിലും അവൻ്റെ രക്തം ഭൂമിയിൽ വീണു. ഓരോ തുള്ളിയിൽ നിന്നും പുതിയ ഒരു രക്തബീജൻ ജനിച്ചു. ഓരോ തുള്ളി രക്തത്തിൽ നിന്നും വീണ്ടും പുതിയ രക്തബീജന്മാർ. അല്പസമയത്തിനുള്ളിൽ യുദ്ധഭൂമി ലക്ഷക്കണക്കിന് അസുരന്മാരാൽ നിറഞ്ഞു. ഇത് കണ്ട ദേവന്മാർ പോലും ആശങ്കപ്പെട്ടു. കാരണം യുദ്ധം മുന്നോട്ട് പോകുന്തോറും ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ്. ആ സമയം ദുർഗാദേവിയുടെ ക്രോധത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി ദേവി കറുത്ത വർണ്ണം, ജ്വലിക്കുന്ന കണ്ണുകൾ, നീണ്ട നാമം, ഭയാനകമായ ഒരു രൂപം. ദേവി ഭദ്രകാളിയോട് കൽപ്പിച്ചു, രക്തബീജന്റെ രക്തം ഒരു തുള്ളി പോലും ഭൂമിയിൽ വീഴാൻ അനുവദിക്കരുത് എന്ന്. ശ്രീ മഹാഭദ്രകാളി യുദ്ധത്തിലിറങ്ങി. രക്തബീജനെ ആക്രമിക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ രക്തം നിലത്ത് പതിക്കുന്നതിന് മുമ്പ് മഹാകാളി കുടിച്ചെടുത്തു. പിന്നെ പുതിയ രക്തബീജന്മാർ ജനിച്ചില്ല. അങ്ങനെ രക്തബീജനെ വധിക്കാനായി. ഇത് അധർമ്മത്തിന്മേൽ ധർമ്മത്തിൻ്റെ വിജയമായിരുന്നു. രക്തബീജൻ ഒരു അസുരൻ മാത്രമല്ല, നമ്മുടെ മനസ്സിലെ ദുഷ്പ്രവണതകളുടെ പ്രതീകമാണ്. കാമം, ക്രോധം, ലോഭം, അഹങ്കാരം, അസൂയ ഇവയെ പുറമെ മാത്രം അടിച്ചമർത്തിയാൽ വീണ്ടും വീണ്ടും വളരും, രക്തബീജന്റെ രക്തം പോലെ. ഇവിടെ കാളിദേവി സൂചിപ്പിക്കുന്നത് മനസ്സിലെ ദോഷങ്ങളെ വേരോടെ ഇല്ലാതാക്കണം എന്നാണ്. അറിവും
ആത്മീയതയും ഭക്തിയും കൊണ്ടാണ് ഇത് സാധിക്കുക. അപ്പോഴാണ് യഥാർത്ഥ വിജയം ഉണ്ടാവുക. രക്തബീജന്റെ കഥ ഒരു പുരാണ കഥ മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നടക്കുന്ന നല്ലതിൻ്റെയും ചീത്തയുടെയും പോരാട്ടത്തിൻ്റെ പ്രതീകമാണ്. അഹങ്കാരത്തെയും ദുഷ്പ്രവണതകളെയും ജയിച്ചാൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനവും വിജയവും ലഭിക്കൂ. ഭക്തിയുടെ മഹാരൂപമായ ശ്രീ മഹാഭദ്രകാളിയെ ആരാധിക്കുന്നവർ നിരവധിയാണ്. ഭക്തരുടെ ഭയം നീക്കി ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്ന ദേവതയായാണ് പലരും ശ്രീ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത്. കാളി എന്ന പദത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. കാളി എന്ന പദം കാൽ, അതായത് സമയം, മരണം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് പല പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നു. മാറ്റം, ജനനം, മരണം എന്ന കാലചക്രത്തെ അതിജീവിക്കുന്ന പരാശക്തിയുടെ രൂപമാണ് മഹാകാളി. കറുത്തവൾ അഥവാ ശ്യാമവർണ്ണമുള്ളവൾ. സംസ്കൃതത്തിൽ കാല എന്ന പദത്തിന് കറുപ്പ് എന്ന് അർത്ഥമുണ്ട്. അതിനാൽ കാളി എന്നാൽ കറുത്തവൾ അല്ലെങ്കിൽ ശ്യാമവർണ്ണമായ ദേവി എന്നും അർത്ഥം വരുന്നു. ഈ കറുപ്പ് ദോഷത്തിൻ്റെ പ്രതീകമല്ല, മറിച്ച് എല്ലാം ഉൾക്കൊള്ളുന്ന അനന്തതയുടെയും പരബ്രഹ്മത്തിൻ്റെയും പ്രതീകമായി ശാക്ത പരമ്പരയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അഹങ്കാരം, അജ്ഞാനം, ഭയം തുടങ്ങിയ ഉള്ളിലെ ദോഷങ്ങളെ ഇല്ലാതെയാക്കുന്ന ദൈവിക ശക്തിയെന്ന് ഭദ്രകാളി ദേവി പ്രതിനിധീകരിക്കുന്നത്. ശാക്ത പാരമ്പര്യത്തിൽ കാളി എന്നത് വെറുമൊരു ദേവീ സ്വരൂപമല്ല, സമയത്തെയും മരണത്തെയും അതിജീവിക്കുന്ന പരമശക്തി എന്ന തത്വമാണ്. അതുകൊണ്ടാണ് ശ്രീ ഭദ്രകാളിയെ മോക്ഷത്തിലേക്കുള്ള വഴികാട്ടിയായി പല ഗ്രന്ഥങ്ങളും വിശേഷിപ്പിക്കുന്നത്. കാളീദേവിയുടെ ആരാധന ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ശക്തി ആരാധന എന്നത് വെറും ഒരു ആചാരം മാത്രമല്ല, അത് മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും പരിപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ മാർഗമാണ്. ഭദ്രകാളി ദേവിയുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിൻ്റെ ശുദ്ധിയാണ്. പൂജ ചെയ്യുമ്പോൾ മനസ്സിൽ ദേഷ്യം, പ്രതികാരം, അസൂയ എന്നിവ നിറഞ്ഞിരിക്കാതെ പകരം സ്നേഹവും വിശ്വാസവും നിറയ്ക്കാൻ ശ്രമിക്കണം. ഭദ്രകാളി ദേവി അജ്ഞാനത്തെയും അധർമ്മത്തെയും നശിപ്പിക്കുന്ന ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നത് ദോഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ആത്മീയ യാത്രയായി കാണണം. ശുചിത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പൂജാമുറി വൃത്തിയായി സൂക്ഷിക്കുക. ആരാധനയ്ക്ക് മുമ്പ് ശരീരവും മനസ്സും ശുദ്ധമാക്കുക. ഒരു ദീപം തെളിയിക്കുമ്പോഴും ഒരു പുഷ്പം സമർപ്പിക്കുമ്പോഴും അത് ഭക്തിയോടെയും ഏകാഗ്രതയോടും ചെയ്യുക. പൂജയുടെ ശക്തി ആചാരങ്ങളിൽ മാത്രമല്ല, അതിന് പിന്നിലെ ഭക്തിയാണ്. കാളീദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഉച്ചാരണവും ഏകാഗ്രതയും പ്രധാനമാണ്. മന്ത്രം വെറും വാക്കുകളല്ല, അത് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു ആത്മീയ ഉപാധിയാണ്. ആത്മീയ പരിശീലനമില്ലാതെ ദേവിയുടെ മന്ത്രങ്ങളെ പരീക്ഷണ മനോഭാവത്തോടെ ജപിക്കുന്നത് ഒഴിവാക്കണം. അടുത്തതായി കാളിയമ്മയെ ഭയത്തോടെയല്ല വിശ്വാസത്തോടെ ആരാധിക്കുക എന്നതാണ്. പലർക്കും കാളീദേവിയുടെ ഉഗ്രരൂപം കണ്ടാൽ ഭയം തോന്നാറുണ്ട്. എന്നാൽ കാളീദേവി ഭക്തരെ സംരക്ഷിക്കുന്ന മാതൃശക്തിയായാണ് വിശ്വാസത്തിൽ കാണപ്പെടുന്നത്. അവരുടെ ഉഗ്രരൂപം ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്ന ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ഭയമല്ല, മറിച്ച് സ്നേഹവും സമർപ്പണവുമാണ് കാളീദേവി ആരാധനയുടെ അടിസ്ഥാനം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെറ്റായ ഉദ്ദേശത്തോടെ ആരാധിക്കരുത് എന്നത്. ആത്മീയ ആരാധന ഒരിക്കലും മറ്റൊരാളെ ദോഷപ്പെടുത്താനുള്ള മാർഗമായി കാണരുത്. മറ്റുള്ളവരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമല്ല. യഥാർത്ഥ ശക്തി എന്നത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനും ജീവിതത്തെ ഉയർത്താനുമുള്ള കഴിവാണ്. പിന്നെ ശത്രുവിൻ്റെ കാര്യം, അത് അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക.
പല ആചാരങ്ങളിലും അമാവാസി, വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച തുടങ്ങിയ ദിവസങ്ങൾക്ക് ശക്തി ആരാധനയിൽ പ്രാധാന്യം നൽകാറുണ്ട്. എന്നാൽ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ചെറിയൊരു പ്രാർത്ഥന പോലും വലിയ ആത്മീയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഒരു ദീപം തെളിയിക്കുക, ദേവിയെ സ്മരിക്കുക, നല്ല ചിന്തകൾ വളർത്തുക, ഇതാണ് പ്രധാനമായത്. എന്താണ് കാളി ആരാധനയുടെ യഥാർത്ഥ അർത്ഥം? കാളി ദേവിയുടെ ആരാധനയുടെ ആഴത്തിലുള്ള അർത്ഥം ഭയത്തെ ജയിക്കുക, അഹങ്കാരം കുറയ്ക്കുക, ദുർചിന്തകളെ നിയന്ത്രിക്കുക, ആത്മവിശ്വാസം വളർത്തുക എന്നതാണ്. കാളിദേവി നമ്മളിലെ ദുർബലതകളെ ഇല്ലാതാക്കി ഉള്ളിലെ ശക്തി ഉണർത്തുന്ന മാതൃശക്തിയുടെ പ്രതീകമാണ്. ഇനിയൊരു ഭദ്രകാളി മന്ത്രത്തെ കൂടി പറഞ്ഞു തരാം. മനസ്സിലെ സർവാഭിലാഷങ്ങളും നിറവേറ്റാനായി ജപിക്കേണ്ട അത്യുഗ്ര മന്ത്രമാണ് ഇത്. മന്ത്രം ഇതാണ്: മഹാദേവ ഋഷി അനുഷ്ഠു ചന്ദ ആദികാളി ദേവത ഹ്രീം ബീജം ശ്രീം കീലകം കാമ്യസിദ്ധി വിനിയോഗ. ഓം ഹ്രീം ശ്രീം ക്ലീം ആദികാളിക പരമേശ്വരി സ്വാഹ. മന്ത്രത്തെ ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ഹ്രീം ശ്രീം ക്ലീം ആദികാളിക പരമേശ്വരി സ്വാഹ. ഈ മന്ത്രത്തെ അമാവാസിയിലോ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചൊല്ലി തുടങ്ങുക. പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം, രക്തചന്ദനം ഇവയിൽ ഏതെങ്കിലും മാല ഉപയോഗിച്ച് 108 തവണ വീതം നിത്യവും ജപിക്കുക. രാത്രി 11 കഴിഞ്ഞുള്ള സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരേ സമയവും ഒരേ സ്ഥാനവും തന്നെ തിരഞ്ഞെടുക്കുക. പ്രിയരെ, ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുദ്ധമായ മനസ്സും സത്യസന്ധമായ ഭക്തിയും നല്ല ജീവിതശൈലിയുമാണ്. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.